ചെറുക്കന്മാരൊക്കെ കൊച്ചി വന്ന് കളിച്ച് വട്ടാമെന്ന് വിചാരിച്ചോ പന്നി. ഇവിടെ വന്ന് കിടന്ന് ഷോ കാണിക്കണോടാ. അച്ചായോ, ഇത് അച്ചായന്റെ സ്ഥലമാ. ചുറ്റിനും നിങ്ങളുടെ ആൾക്കാരും. ഞാനിവിടെ വന്നേക്കുന്നത് ഒറ്റയ്ക്കല്ലേ. അങ്ങനെ ആവുമ്പോ അടിക്കേണ്ടത് നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക. അതിന് ധൈര്യം ഉണ്ട് ഇവന്മാരോട് എന്നെ ഒന്ന് വിടാൻ പറയടാ ഡാർവിനെ. തല്ലി തീർക്കാനാണ് ഇനിയൊരു 10 ആളെ കൂടെ കൂട്ടിയ ഇവിടെ വെച്ച് എന്നെ അങ്ങ് തീർക്ക അച്ചായന്. പക്ഷെ പിന്നെ പുണ്യാളിനെ അച്ചായന് തിരിച്ചു കിട്ടുകയല്ല. എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അതിന് സംസാരിച്ചൊരു തീരുമാനമാക്കിയ സ്വർണ്ണ പുണ്യാളിനെയും തിരിച്ചു തന്ന് നമുക്ക് ഹാപ്പി ആയിട്ടങ്ങ് പിരിയായിരുന്നു. അതിന് നീ ജീവനോടെ ഇവിടുന്ന് പോയാലല്ലടാ. പോവച്ചായോ, പുണ്യാളൻ എന്റെ അടുത്തുള്ളിടത്തോളം കാലം നിങ്ങൾ എന്നെ ഒരു പുല്ലും ചെയ്യല. അന്തോണീസ് പുണ്യാളന്റെ പള്ളിക്കകത്തിരിക്കുന്നത് ഒറിജിനലിന് പകരം ചായം പൂശിയ പ്രതിമയാണെന്ന് ഈ നാട്ടിലെ വിശ്വാസികൾ അറിഞ്ഞ ഗൊറില്ല ഡാർവിന്റെ ഷട്ടറ. മോനെ, കുറച്ച് വെള്ളം കിട്ടുമോ? ഇരിക്കച്ചാ. അച്ചായൻ എനിക്കിട്ട് പണിതതിൻ്റെ ഒരു സ്റ്റൈല് എനിക്കങ്ങ് ബോധിച്ചു. അപ്പം ഞാൻ തിരിച്ച് അച്ചായന് പണി തരുമ്പോഴും അതിൻ്റെതായ ഒരു രീതി വേണ്ടേ. നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു വേണോ അച്ചായ? എൻ്റെ കുഞ്ഞു പോയി. ആ വിഷമം എൻ്റെ ഭാര്യയും ഞാനും കൂടെ അങ്ങ് സഹിക്കും. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ചായൻ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ എനിക്ക് തിരിച്ചു കിട്ടണം. ഇവന്റെ സാധനങ്ങളെന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുത്തേക്കടാ. വാങ്ങിച്ചു കൊടുക്ക. എൻ്റെ വീട്ടിൽ നിന്ന് അച്ചായൻ കൊണ്ടുപോയ അതേ സാധനങ്ങൾ എനിക്ക് തിരിച്ചു വേണം. ആ സാധനങ്ങളുടെയൊക്കെ പിന്നില് ഒരുപാട് സന്തോഷവും സങ്കടവും
എൻ്റെ കൂട്ടുകാരുടെ സ്നേഹമൊക്കെ ഉണ്ട്. അത് പുതിയതിൽ കിട്ടത്തില്ലല്ലോ. പിന്നെ എൻ്റെ ഭാര്യയുടെയോ കൂട്ടുകാരുടെയോ 7 അയലത്ത് അച്ചായൻ്റെയോ ഇവന്മാരുടെയോ നിഴല് പോലും വീണ് പുണ്യാളം പ്രത്യക്ഷപ്പെടും. അതിനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ട് തന്നെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് കയറി വന്നു. കുപ്പി ഗ്ലാസ് 6, സ്റ്റീൽ ഗ്ലാസ് 8, സ്റ്റീൽ പ്ലേറ്റ് 8, ഫൈബർ പ്ലേറ്റ് 4, കറിപ്പാത്രം 5, തവി 5, സ്പൂൺ 8 പ്ലസ് 4 12, സ്റ്റീൽ കലം 3, മൺകലം 2, കറിച്ചട്ടി 4, ഒരു പ്ലാസ്റ്റിക് ബേസിൻ, കയ്യുറ 2, ഒരു പച്ച ഒരു ചുമപ്പ്, ചായ അരിപ്പ ചായ പാത്രം, പപ്പടം കുത്തി പത്രം സ്റ്റാൻഡ്, ഒരു പുട്ടുകുടം, ഒരു ദോശക്കല്ല്, ഇരുമ്പ് ചട്ടി, കുക്കർ, സ്റ്റൗവ് 3, ഗ്യാസ് സ്റ്റൗവ്, ഒരു സിലിണ്ടർ, 4 കോഴി, കോഴിക്കൂട്, 3 മൊബൈൽ ഫോൺ, ഒരു സൈക്കിൾ. പലചരക്ക് ലിസ്റ്റ് ഞാൻ വേറെ തരാം. ആ, ഒരു സാധനം മിസ്സായി, ചെരവ. ഇനി ഇലക്ട്രോണിക്സ്: മിക്സി, ഫാന്, ടൈം പീസ്, അയൺ ബോക്സ്, 2 ട്യൂബ് ലൈറ്റ്, ഒരു 0 ബൾബ് ചോപ്പ്, കൊതുക് ബാറ്റ്, ഫ്രിഡ്ജ്, സ്റ്റെബിലൈസർ, പിന്നെ 12 ഷർട്ട്, 3 പാന്റ്, 4 നൈറ്റി, 5 സാരി, ചെരുപ്പ് 4 ജോഡി. എൻ്റെ ഭാര്യയുടെ കൂടെ ചേർത്ത. ബൈക്ക് കാവസാക്കി KB 100, 2 ബെഡ്ഷീറ്റ്, 4 തലയാണ്, പുൽപ്പായ, ഒരു കട്ടില്. പിന്നെ ഇതൊന്നും കൂടാതെ 10-20 ദിവസം എൻ്റെ ഉറക്കവും സമാധാനവും ഇല്ലാതാക്കിയതിന് ഒരു 10 ലക്ഷം രൂപ അച്ഛൻ എനിക്ക് തരേണ്ടി വരും. എന്താ ഈ സാധനങ്ങളൊക്കെ എവിടെയാണ് കൊടുത്തേക്കണേ? അത് അച്ഛാ എല്ലാം പല പല സ്ഥലത്താണ്. എന്തായാലും എടുത്ത് കൊടുക്കണം. ലിസ്റ്റ് പ്രകാരമാണെങ്കിൽ മുകളിൽ നിന്നാണ് കുപ്പി ഗ്ലാസ്, താഴത്താണ് കട്ടിൽ. കട്ടിലെവിടെയാണ് കൊടുത്തേക്കണേ? ദൈവമേ കാത്തോളണേ. ചേട്ടാ, ചേട്ടൻ ഭക്തനാണല്ലേ? ഭക്തനാകൊണ്ടൊന്നല്ല, ചില ചെറ്റപ്പൊക്കികളെ സീൻ പിടിക്കാൻ വരും, അത് മറക്കാനതേ ഇത്. വല്ലതും കണ്ടാ പോയില്ലേ മോളെ. കുട്ടി എന്താ കുട്ടിയുടെ മുഖത്തൊരു വിഷമം? ചേട്ടൻ അതൊക്കെ എങ്ങനെ അറിയാം? ഏത് ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ ചെറ്റപ്പൊക്കിയോളെന്നൊക്കെ? ചേട്ടൻ അങ്ങനെ പോയിട്ടുണ്ടോ? അയ്യേ, ഞാൻ ഈ സൈസ് ചെറ്റപ്പൊക്കണ പരിപാടിക്കൊന്നും പോവില്ല. അതൊക്കെ മോശല്ലേ കൊച്ചേ, അല്ലേ? ചേട്ടൻ പാല് കുടിക്കും. ഈ സമയത്ത് ഇതല്ല പതിവ്. അല്ല, ഈ സമയത്ത് ഈ പാല് കുടിക്കണ പതിവില്ലെന്ന് പറയായിരുന്നു. ബിന്ദു, ചേട്ടനിപ്പോ ബിന്ദു വിളിച്ചല്ലോ. എനിക്ക് സ്നേഹം വന്നാ ഞാൻ ബിന്ദുന്നും വത്സെന്നും ഒക്കെ വിളിക്കും. ഞാൻ വേണ്ടി വന്ന് എന്നെ കടിക്കും ഞാൻ. മോക്കറിയാമോ, നമ്മുടെ ഈ ആദ്യരാത്രി ഉണ്ടല്ലോ, ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രി ആക്കി നമുക്ക് മാറ്റണം. നമ്മളിങ്ങനെ ഉറങ്ങാതെ കട്ടിലിങ്ങനെ കെട്ടിപ്പിടിച്ച് കണ്ണില് നോക്കിയിരിക്കും നേരം വെളുക്കണവരെ. വെറുതെ ഇങ്ങനെ ഇരുന്നാ മാത്രം മതിയോ? ഒന്ന് പോടി കള്ളി അവിടുന്ന്. സാധാരണ മഴ മൂലം കളി മുടങ്ങും. ഇതിപ്പം അച്ഛാ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താണ്? നമ്മൾ കട്ടെടുക്കുന്ന പയ്യനല്ലേ, അവന്റെ കല്യാണമാണ്. ഫസ്റ്റ് നൈറ്റ് വാതിൽ കൂട്ടി. എന്ത് ചെയ്യപ്പാ? നീ പോയി തട്ടി വിളിച്ചിട്ട് കട്ടിലെടുത്തോണ്ടോടാ. വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ. പണ്ട് ഞങ്ങളുടെ മഹാഭാരതത്തിലെ ഭീമനെ ഡിസ്റ്റർബ് ചെയ്ത പട്ടിക്കൊരു പണി കിട്ടി. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. അതിന് നീ എപ്പം മഹാഭാരതമൊക്കെ വായിച്ചു? നീ പോയി തട്ടി വിളിച്ച് കട്ടിലെടുത്തോണ്ടോടാ. മുത്തിച്ചിപ്പൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നതേ മഹാഭാരതത്തിലാണ്. അങ്ങനെ അല്ല, കട്ടില് നമുക്ക് നാളെ രാവിലെ എടുത്താലോ? അത് നല്ല ഐഡിയ. നാളെ രാവിലെ ആകുമ്പോ പിന്നെ ഫ്രീ ആണല്ലോ, വന്നെടുത്താ പോരെ. എടുക്കണത് മോശമാണ്. എന്നാ നാളെ എടുക്കാം. അച്ചായോ, കുറെ നാളായി ഒന്ന് മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വന്തം കട്ടിലിൽ കിടന്നുറങ്ങണമെന്നൊരാഗ്രഹം. കട്ടില് അച്ചായൻ തന്നെ ഇന്ന് രാത്രി എനിക്ക് എടുത്തു തരണം.
ചിലമ്പൊലി കേട്ടില്ല പണ്ടേ എന്നോടൊന്നും മോള് പാടിക്കോ. ആ നശിച്ച തള്ളയാക്കി ഇന്ന് ഞാൻ അവക്കട എന്ത് പൂ. എന്താ ചായ? നീ ആടെ വന്ന് വാ. നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണോ? അതെ ചാ, ഫസ്റ്റ് നൈറ്റാ. നീ നമ്മുടെ മസ്ജിദിന്റെ വാങ്ങിച്ച ഇരുമ്പ് കെട്ടിലില്ലേ? ഓ, അതെനിക്കിപ്പോ വേണം. എൻ്റെ മണിയറക്കട്ടിലിൻ്റെ കാര്യമാണ് അച്ഛാ നീ പറയണേ. നീ പോയി തിരക്കടാത്. അച്ചായ അങ്ങനെ പറയരുത്. ചെല്ല്. എൻ്റെ അച്ചായ ചതിക്കല്ലേ. 40 വർഷമായിട്ട് കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു ആദ്യരാത്രി ചെയ്ത് അച്ചായനായിട്ട് അതെന്റെ അന്ത്യരാത്രി ആക്കരുത്. കട്ടിലെന്തായാലും ഞാൻ കൊണ്ടുപോകും. നീ പോയി എടുത്തേ. ചെല്ല്. അല്ല അച്ചായനെ എന്തായാലും കട്ടിൽ കൊണ്ടുപോകും. കൊണ്ടുപോകും അല്ലേ? എന്നാ എനിക്ക് ഒരു മണിക്കൂർ സമയം തരാമോ? അത് കഴിഞ്ഞ അച്ചായൻ കട്ടിൽ ഉണ്ടാക്കും. 1 മണിക്കൂർ താ പ്ലീസ് അച്ചായ. 1 മണിക്കൂർ മതിയാ? 1 മണിക്കൂർ കൊടുത്തേക്ക് 1 മണിക്കൂറല്ലേ? ചായ കുടിച്ചിട്ടാണ് അച്ചായ. എടാ 1 മണിക്കൂറിൽ വേഗം നോട്ടാ. പെട്ടെന്ന് വന്നോളാവേ. എന്ത് ചൂടാണല്ലേ? അവനോട് ജനലിൽ തുറന്നിടാൻ പറഞ്ഞാലാ? അർജൻ ഇരിക്കച്ചായോ ഇരിക്കുന്നേ. അതെ, എൻ്റെ വീട്ടിൽ നിന്ന് അച്ചായൻ കൊണ്ടുപോയ സാധനങ്ങൾ മുഴുവൻ തിരിച്ചെൻ്റെ വീട്ടിലെത്തുന്നത് വരെ എന്നെ സഹിച്ചേ പറ്റത്തുള്ളൂ. അത്രയും നാള് എന്നെ പൊന്നുപോലെ നോക്കേണ്ടത് അച്ചായൻ്റെ ബാധ്യതയാണ്. ഇല്ലേ പണി പുണ്യാളം തരും. പറ ചായ, എങ്ങനായിരുന്നു ഫസ്റ്റ് നൈറ്റ്?